വിജ്ഞാനങ്ങൾ ഉയർത്തപ്പെടുന്നത് വരെ അന്ത്യനാൾ വരികയില്ല. പണ്ഡിതന്മാർ മരണപ്പെട്ട് വിജ്ഞാനം പതുക്കെ 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 ഇല്ലാതാകുന്നൊരവസ്ഥ വരും. വത്തക്കുസുറ സൽസാൽ, ഭൂമി കുലുക്കങ്ങൾ അധികരിച്ചു വരും. വയതഖാറബ സമാൻ, കാലം വേഗത്തിൽ വേഗത്തിൽ കടന്നു പോകുന്ന അവസ്ഥയുണ്ടായിരിക്കും. വതൽഹറൽ ഫിതൻ, കുഴപ്പങ്ങൾ ലോകമൊട്ടുക്കും പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമുണ്ടാകും. വയക്തുറൽ ഹർജ്, കൊലപാതകങ്ങൾ അധികരിച്ചു വന്നുകൊണ്ടിരിക്കുമെന്നാണ്. എന്താണ് ഹർജ്? വഹുവൽ ഖത്ൽ, കൊല ചെയ്യപ്പെടുക. അതാണ് ഹർജ് എന്ന് പറഞ്ഞാൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. സഹോദരങ്ങളെ, ഈ സായത്തിൽ പറയാൻ കാരണം മരണവാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കേൾക്കുന്നതിലെല്ലാം. ഇന്നലെ ഒരു അപകടത്തിൽ 4 പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് വരികയും മരണപ്പെട്ടതിൻ്റെ വാർത്ത നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ, ഇന്ന് പത്രവും മീഡിയകളും ശ്രദ്ധിച്ച എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നു. നമ്മുടെ കൺമുന്നിൽ ജീവനുകൾ പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇതൊക്കെ കൊലപാതകങ്ങളാണോ എന്ന് ചോദിക്കും. ഒരു പക്ഷേ അല്ലെന്ന് നമുക്ക് ഭാഗികമായി പറയാമെങ്കിലും എല്ലാ മരണത്തിന് പിന്നിലും, ഇത്തരം അപകട മരണങ്ങൾക്ക് പിന്നിലെല്ലാം ആരുടെയെങ്കിലും അശ്രദ്ധയോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മയോ ഉണ്ടെന്ന കാര്യം പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. എന്തായിരുന്നാലും ഒരാൾ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് ഏറ്റവും മോശമായ ഒരു പ്രവൃത്തിയായിട്ടാണ് വിശുദ്ധ ഇസ്ലാം വിലയിരുത്തുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് അനുഭവം ഉണ്ടാകും. ചില ആളുകളെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവർ മരണപ്പെട്ടു പോകും. ആ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ബന്ധുക്കൾ വിതുമ്പുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ മറന്നു പോകാനാവില്ല ഒരു മരണത്തെ. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ പൊലിഞ്ഞു പോകുമ്പോൾ അനാഥമാകുന്നത് ഒരു കുടുംബമാണ്, അല്ലെങ്കിൽ മക്കളാണ്. ഒരാജീവനാന്തം ഒരു വൈധവ്യം ഒരു സ്ത്രീക്ക് സംഭാവന ചെയ്യുന്നു. അതല്ലെങ്കിൽ ഒരാൾ മക്കളില്ലാതെ, ഉമ്മയില്ലാതെ മക്കളെ വളർത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകും. എന്തിനേറെ പറയണം, പണ്ഡിതന്മാർ പറഞ്ഞു വരുമ്പോൾ അവർ പറയുന്നു, ഒരാൾക്ക് ദീർഘകാലം ജീവിച്ച് നന്മ ചെയ്യുവാനുള്ള ഭൂമിയിലെ അവസരത്തെയാണ് അശ്രദ്ധകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ ആ പ്രവൃത്തി. പക്ഷെ ഇന്ന് അതിൻ്റേതായ ഒരു ഗൗരവത്തിൽ കാണുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയെ കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം, അവന് നരകമുണ്ട് എന്നാണ്. അത്ര ഉറപ്പിച്ച് പറയാം. ഖാലിദൻ ഫീഹ, പിന്നെ അവനതിൽ ശാശ്വതനായിരിക്കും. വഗളിബല്ലാഹു അലൈഹി, അല്ലാഹുവിൻ്റെ കോപം അവൻ്റെ മേലുണ്ടായിരിക്കും. വലഅനഹു, അല്ലാഹു അവനെ ശപിക്കും. വഅഅദ്ദ ലഹു അദാബൻ അദീമ, ഏറ്റവും വമ്പിച്ച ശിക്ഷയാണ് അവന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എത്ര കാര്യങ്ങളാണ് പറഞ്ഞത് സുഹൃത്തുക്കളെ. അപ്പോൾ ഒരാൾ കൊല ചെയ്യപ്പെടുക എന്നുള്ളത് അത്രയും ഗൗരവമേറിയ ഒരു കാര്യമാകുന്നതാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നമ്മുടെ ആരുടെയെങ്കിലും ഒരു ബന്ധുവിൻ്റെ മരണത്തിന് കാരണമായ ഒരാൾ, അതെന്താവട്ടെ, ഒരു ആക്സിഡൻറ്റിലാവട്ടെ എന്തിലാവട്ടെ, ഒരു കാരണമായ ഒരാളെ ഏത് സന്ദർഭത്തിൽ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ അതിൻ്റേതായ ഒരു വിഷമമുണ്ട്. അത് ആ വ്യക്തിക്കുമുണ്ടാകും, ആ വ്യക്തിയെ കാണുന്നവർക്കും ഉണ്ടാകും. ഒരു പക്ഷേ സംഭവിച്ചതിന് ശേഷം അയാൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇതൊന്നും എൻ്റെ അടുത്ത് പറ്റാൻ പാടില്ലാത്ത കാര്യമായിരുന്നു എന്ന് അയാൾ ആലോചിക്കുന്നുണ്ടാകാം. പക്ഷേ പോയ ജീവനെ ആർക്കും തിരിച്ചു കൊണ്ടുവരാനാവില്ലെന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മഹാപാപങ്ങൾ അത് ധാരാളമുണ്ട്. പക്ഷേ എങ്കിലും 7 എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോൾ അതിൽ അക്ബറുൽ കബായിർ, ഏറ്റവും വലിയ പാപം അൽ ഇശ്റാഖു ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കുക. വഖത്ലുൻ നഫ്സ്, ഒരാത്മാവിനെ കൊന്നുകളയുക, ഒരാളെ കൊല്ലുക. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുക. വഖൗലു സൂർ, നുണ പറയുക, തെറ്റായ സത്യങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് ഏറ്റവും ഗുരുതരമായ പാപമായിക്കൊണ്ട് എണ്ണപ്പെട്ട കാര്യങ്ങൾ ഇമാം ബുഖാരിൻ്റെ ഹദീസിൽ കാണാൻ പറ്റും. സുഹൃത്തുക്കളെ, കൊല ചെയ്യപ്പെടുമ്പോൾ, കൊലപാതകങ്ങൾ വർദ്ധിക്കുമ്പോൾ നിർഭയത്വം പോവാണ്. റോട്ടിലിങ്ങനെ ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ റോട്ടുമൊക്കെ ഇറങ്ങാൻ പേടിയാണ്. മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പേടിയാണ്. ഇന്നത്തെ ഈ വാർത്ത കേൾക്കുമ്പോൾ മക്കൾ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോയാൽ എല്ലാ മാതാപിതാക്കളുടെയും ഉള്ളിൽ തീയാണ്. കൊല്ലപ്പെട്ടു പോകുമ്പോൾ, മരണപ്പെട്ടു പോകുമ്പോൾ നിർഭയത്വം നമ്മുടെ മനസ്സുകളിൽ അന്യമായി പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു കാര്യം. ശിർക്കുമായി ചേർത്തിട്ടാണ് കൊലപാതകത്തെ അള്ളാഹു പറഞ്ഞത്. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമാ.
അള്ളാനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് നേരെ ചേർത്ത് പറയണത് ആളുകളെ കൊല്ലാൻ പാടില്ല എന്നാണ്, കൊലപാതകത്തെക്കുറിച്ചാണ്. അപ്പം ഇത്രയും ഗൗരവമുള്ളൊരു വിഷയമായിട്ടാണ് നമ്മളിത് കാണേണ്ടത്. മാത്രമല്ല, അഥവാ അങ്ങനെയൊക്കെ വല്ല കാരണവശാലും തെറ്റായ നിലക്ക് അബദ്ധത്തിൽ പോലും പറ്റിപ്പോയാൽ ഏറ്റവും മിനിമം 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കണം എന്നാണ്. ഒരാളെടുത്തുനിന്ന് ഒരബദ്ധം എത്രമാത്രം എന്നറിയോ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ, ഒരു ഉമ്മ രാത്രി ഉറങ്ങുകയാണ്. ഇപ്പോൾ കുട്ടീനെ അടുത്ത് കിടത്തിയിട്ടുണ്ട്. നേരം വെളുക്കുമ്പോൾ കുട്ടി മരിച്ചു കിടക്കും. അപ്പോൾ ആ കുട്ടിയുടെ മരണ കാരണം ഉമ്മയാണെന്ന് ഉറപ്പില്ലെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ ആ ഉമ്മ ഉറക്കത്തിലാണ് ആ ഉമ്മയുടെ തിരിഞ്ഞു കടത്തം കൊണ്ട് സംഭവിച്ചാൽ പോലും ആ കുട്ടിയുടെ മരണത്തിൻ്റെ പ്രായശ്ചിത്തമായിക്കൊണ്ട് ഉമ്മ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഷേഖ് ഇബ്നു ബാസിൻ്റെ ഫത്വയിൽ കാണാൻ പറ്റും. എത്ര ഗൗരവാലോചിച്ചു. ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അറിയാതെ സ്വന്തം കുട്ടിനെ ഒരു ഉമ്മ കൊലപ്പെടുത്തും. എന്നാൽ പോലും ഒരു മരണത്തിൻ്റെ ഉത്തരവാദിത്തം തന്നിൽ വരുമ്പോൾ തീർച്ചയായും ഒരു തെറ്റായ അബദ്ധത്തിൽ സംഭവിക്കുന്ന ആക്സിഡന്റിൽ നമ്മളിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ പോലും 2 മാസം തുടർച്ച നോമ്പ് നോൽക്കണം. ശരയായ കാരണമില്ലാതെ അതിൻ്റെ തുടർച്ച വിടാൻ പറ്റില്ല. ഒരാൾക്ക് പിന്നെ ഒരു സ്ത്രീക്ക് ആർത്തവമുണ്ടായി, നോമ്പിന് ചെറിയ ബ്രേക്ക് വന്നു എങ്കിൽ അവിടുന്ന് തുടരാം. അല്ലാത്ത കാരണവശാലെല്ലാം ആ നോമ്പ് 2 മാസം തുടർച്ചയായി നോൽക്കണം. അപ്പം ഇത്ര ഗൗരവത്തിൽ തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് മരണപ്പെട്ടാൽ പോലും അതിനെ പ്രായശ്ചിത്തം പറയുമ്പോൾ എത്ര ഗൗരവമുണ്ട് സുഹൃത്തുക്കളെ. ഇത് പറയുമ്പോൾ എന്തിനാണിത് നമ്മളോടൊക്കെ പറയണത്? നമ്മൾ ആരെങ്കിലും വല്ല കൊലപാതകത്തിലും പങ്കുചേരുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്തായിരുന്നാലും കരുതുകൂട്ടി കൊല ചെയ്യുന്നതും കൊലപാതകമാണ്. നമ്മുടെ കൈപ്പിഴ കൊണ്ട് സംഭവിക്കുന്നതിനെയും ശ്രദ്ധിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടേ സഹോദരങ്ങളെ. നോക്കൂ, നിങ്ങൾ ഏറ്റവും മിനിമം നിസ്സാരമായി കാണുന്ന കാര്യമാണ് ഭ്രൂണഹത്യ. ഇത് ചെറിയ ചെറിയ നിസ്സാര കാരണങ്ങളെ കൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളയാം. ചിലപ്പോൾ അതൊക്കെ വളരെ നേരത്തെ പ്രായത്തന്നെ ഗർഭപാത്രത്തിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ പെടയുന്നത് കാണുമെന്ന് പറഞ്ഞു കേൾക്കും. അവയവങ്ങൾ മുറിച്ച് പുറത്തേക്കെടുത്ത് അതിനെ ഗർഭപാത്രത്തെ ശുദ്ധീകരിക്കുന്നത് എത്ര ക്രൂരമായ കാര്യമാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറയും 40 ദിവസത്തേലേ ആത്മാവ് വരുള്ളൂ, അപ്പോൾ അതിന് മുമ്പാണെങ്കിൽ പ്രശ്നമില്ല. അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞു നിർത്തിയത് എവിടെ വെച്ചാൽ അൽ അസ്ലു ഫി ഹംലിൽ മർഅ, അടിസ്ഥാനപരമായ ഒരു സ്ത്രീയുടെ ഗർഭം അന്നഹു ലാ യജൂസു ഇസ്ഖാത്ത്, അതിനെ ഒരിക്കലും അബോർട്ട് ചെയ്യാൻ പാടില്ല. ഫി ജമീഇ മറാഹിലിഹി, ആ കുട്ടിയുടെ ഏത് ഘട്ടത്തിലാണെങ്കിലും ഇല്ലാലി മുബററിൻ ശരഅ, മതപരമായ ഒരു ന്യായം വേണം. എന്താ മതപരമായ ന്യായം? ആ സ്ത്രീയുടെ ജീവൻ അപകടം വരും എന്ന ഘട്ടം, ആ ഗർഭം പൂർത്തിയായാൽ ആ ഉമ്മ മരിച്ചു പോകും എന്ന ഘട്ടമുണ്ടെങ്കിൽ അപ്പോഴും അതാര് പറയണം? ഒരു ഡോക്ടർ പറഞ്ഞാൽ പോലെ ആധികാരികമായി പറയാൻ പറ്റുന്ന ഡോക്ടറായിരിക്കും. അയാളെ വിശ്വസിക്കാൻ പറ്റും, 100% വിശ്വസിക്കാൻ പറ്റും. ഇനി ഒരാൾ പറഞ്ഞാൽ മതി, 1-2 ആളുകളുടെ അഭിപ്രായങ്ങൾ അതിൽ വ്യക്തമായി വേണം. ആലോചിച്ച് നോക്കുന്നത്. എന്നിട്ട് അങ്ങനെ സംഭവിച്ചു പോകുന്ന ആളുകൾ ആരെങ്കിലും ഇങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനും ഈ 2 മാസത്തെ നോമ്പ് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ ഭ്രൂണഹത്യ എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ ചെയ്യണത്. എത്ര ഡോക്ടർമാർ, എത്ര ഹോസ്പിറ്റലിൽ ഇത് വളരെ ലാഘവത്വത്തോടുകൂടെ നിർവഹിച്ചു പോകുന്നു. ഒരു കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെന്നൊരു നിഗമനം, എത്രയോ സ്കാൻ ചെയ്തിട്ടും വൈകല്യങ്ങൾ കണ്ടെപ്പെടാത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. വൈകല്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ആ ഉണ്ടെന്ന് പറയുന്നത് എത്രമാത്രം സ്വീകാര്യമാണ്. ഇനി ഉണ്ടെങ്കിൽ എന്താ സുഹൃത്തുക്കളെ, കുട്ടി ജീവിക്കൂലെന്നാണ്. ജീവിക്കേണ്ട, കുട്ടി സ്വാഭാവികമായി മരിച്ചു പോകട്ടെ. ഒരാളെ ജീവിക്കാനുള്ള അവകാശം, അയാൾക്ക് വൈകല്യമുള്ളത് കൊണ്ട് അയാൾ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്കെന്ത് അവകാശമാണുള്ളത്? നമുക്കത് ഭാരമാകുമെന്നാണ്. അതൊരു പരീക്ഷണമായി ഏറ്റെടുക്കണ്ടേ സുഹൃത്തുക്കളെ? വളരെ നിസ്സാരമായിട്ടാണ് ഗർഭപാത്രങ്ങളിൽ വെച്ച് കുട്ടികളെ കൊലപ്പെടുത്തുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വലാത്തക്തുലു ഔലാദക്കും ഖശിയത്തെ ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് കുട്ടികളെ കൊലപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. അതായത് ഈ കുട്ടി ഉണ്ടായാൽ എനിക്കിന്ന ബുദ്ധിമുട്ടുണ്ടാകും എന്നത് ഒരു കുട്ടിയെ കൊന്നുകളയാനുള്ള ന്യായമല്ല. ആ ഗർഭം ആ ഉമ്മനെ ബാധിക്കും എങ്കിൽ മാത്രമാണ്, അത് ബാധിക്കുമെന്ന് ഉറപ്പാക്കുന്ന സമയത്ത് മാത്രമാണ് സുഹൃത്തുക്കൾ. ഈ അശ്രദ്ധയാണ് മരണങ്ങൾക്ക് അധികവും പിന്നിലുള്ളത്. ശ്രദ്ധയില്ലായ്മ, അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമില്ലേ സുഹൃത്തുക്കളെ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ വളരെ പ്രധാനമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുകത്തി, നിങ്ങൾ നാശത്തിലേക്ക് നിങ്ങൾ സ്വയം ചെന്ന് ചാടരുത്
എന്ന് ഖുർആൻ പറയും. ഇതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ എന്തെല്ലാം പറയേണ്ട നിങ്ങൾ, ഒരാൾക്ക് അപകടം പറ്റുന്നൊരു കാര്യം അയാൾ ബോധപൂർവം ചെയ്യാൻ പാടില്ല. ഇന്നിപ്പോൾ സാഹസികമായി ബൈക്കിലൊക്കെ കുട്ടികൾ പോകുന്നില്ല, ആ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പാണ്. സാഹസികമായി ഒരു മരത്തിൻ്റെ മുകളിലോ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലോ ഒരു സാഹസികതയ്ക്ക് വേണ്ടി ഒരുത്തൻ കയറി മരിക്കുക എന്ന് പറഞ്ഞാലും അതൊക്കെ അള്ളാഹു വിരോധിച്ച ഈ വിരോധത്തിൻ്റെ പരിധിയിൽ പെടുമെന്നാണ് പറയുന്നത്. എന്തെല്ലാം മനുഷ്യൻ്റെ മരണത്തിന് കാരണമാകുന്ന അശ്രദ്ധമായ എന്തെല്ലാം. ഇപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം കേട്ടില്ലേ, 20 വർഷമായിട്ട് രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പാലുണ്ടാക്കി വിൽപ്പന ചെയ്യുന്ന ഒരാളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. 20 വർഷമായി അയാൾ ഉണ്ടാക്കുന്ന രാസവസ്തുക്കളെ കൊണ്ടുള്ള പാല് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവന് അപകടം പറ്റുന്ന ഭക്ഷണ സാധനങ്ങൾ, പാചകങ്ങളിൽ എന്തിലെല്ലാം ആളുകൾ, അതൊക്കെ എത്ര ഗുരുതരമായ മനുഷ്യൻ്റെ ജീവനെ അപകടപ്പെടുത്തുന്ന അശ്രദ്ധകൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു വാഹനം ഓടിക്കുന്ന ഒരാൾ പരിചയസമ്പന്നനാകണ്ടേ സുഹൃത്തുക്കളെ? യഥാർത്ഥ ഡ്രൈവർ മദ്യപിച്ച് ലഹരിയിലായപ്പോൾ അയാളെ കൂടെയുള്ള ആൾ, പരിചയസമ്പന്നല്ലാത്ത ആൾ വാഹനം ഓടിച്ചത് ഒരു കുടുംബം ഒന്നിച്ച്, തെരുവിൽ കിടന്നുറങ്ങുന്ന ഒരു കുടുംബം ഒന്നിച്ചാണ് പോയത്. ഒരു ഡ്രൈവറുടെ അശ്രദ്ധ. രാത്രി സന്ദർഭങ്ങളിൽ ഉറക്കമൊഴിച്ച് ഉറങ്ങുമെന്ന് വിശ്വാസമുണ്ടായിട്ടും ഉറക്കമൊഴിച്ചു വന്ന് വാഹനമോടിച്ച്, എന്തോ ഒരു ധൈര്യത്തിൽ വാഹനമോടിച്ച് കണ്ണു മയങ്ങിപ്പോയി അപകടത്തിൽ മരണപ്പെട്ടു പോയ എത്ര ആളുകളുണ്ട്. എന്ത് ന്യായമാണ് പറയാൻ പറ്റുക? രാത്രിയാണെങ്കിൽ ഒന്ന് ഉറങ്ങി വിശ്രമിച്ചു പോരാം എന്നെന്തുകൊണ്ട് മനസ്സ് ചിന്തിക്കുന്നില്ല? എന്ത് അസൗകര്യങ്ങളുണ്ടെങ്കിലും ജീവനേക്കാളും വലുതാണോ അത്? അവിടെയാണ് ചോദ്യം. ജീവനേക്കാളും വലുതാണോ അത്? ഒരു 2 മണിക്കൂർ വൈകുന്നത്, ഒരു രാത്രി കിടന്നുറങ്ങി രാവിലെ പോരുന്നത് ഒരു ജീവനേക്കാളും വലുതാണ്. സ്വന്തം മക്കളെയും കുടുംബങ്ങളെയും വെച്ചുകൊണ്ട് പോരുമ്പോൾ കണ്ണ് മയങ്ങുന്നുണ്ടെന്നറിഞ്ഞ് പലപ്പോഴും ഉറങ്ങിപ്പോയിട്ട് അപകടങ്ങളില്ലാതെ ഉണർന്ന് വീണ്ടും വാഹനം ഓടിക്കുമ്പോൾ അതൊക്കെ സുഹൃത്തുക്കളെ ബോധപൂർവമുള്ളതാണെന്ന് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? നമ്മളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഇതൊക്കെ എത്ര ഗൗരവത്തോടെ. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആൾ നോക്കൂ നിങ്ങൾ. നമ്മുടെ ഒരു കുട്ടി, പ്രായപൂർത്തിയാകാത്തൊരു കുട്ടി വണ്ടി ഓടിച്ചാൽ ആ കുട്ടിക്ക് വണ്ടി കൊടുത്ത രക്ഷിതാവാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രതിയാകുന്നത്. എല്ലാ ശിക്ഷാ നടപടികൾക്കും അയാൾ വിധേയനാണ് നമ്മുടെ ഇവിടുത്തെ നിയമപ്രകാരം പോലും. അപ്പോൾ എത്ര ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണെന്ന്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾ, ട്രാഫിക് വൺ വേ പോകേണ്ട സ്ഥലത്ത് അത് പോകാതെ, സൈഡ് പാലിക്കാതെ, യാതൊരു സിഗ്നലുകളില്ലാതെയൊക്കെ വാഹനം, ഇതൊക്കെ സുഹൃത്തുക്കളെ ജീവനാണ് റോട്ടിൽ എന്ന് ചിന്തിക്കേണ്ട ഒരു വിശ്വാസി. എൻ്റെ കൈകൊണ്ടൊരു ജീവൻ, ഒരു ചെറിയ ജീവി, ഒരു പൂച്ചയോ ഒരു പട്ടിയോ ഒരു പാമ്പോ നമ്മുടെ ടയറിനിടയിൽ കുടുങ്ങിയാൽ നമ്മുടെ മനസ്സെത്ര വേദനിക്കും? എത്ര സമയം നമ്മുടെ മനസ്സാക്ഷി വിഷമം അനുഭവിക്കും? അത്ര ഗൗരവമല്ലേ സുഹൃത്തുക്കളെ ഈ കാര്യങ്ങൾ? എന്തുറപ്പാണ് ഈ അമിത വേഗതയിൽ പോകുന്നവർക്ക് അപകടം പറ്റില്ലെന്ന്? ഒരു ബൈക്കിൽ അമിത വേഗതയിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു മൃഗം അതിനെ ഒന്ന് ക്രോസ് ചെയ്താൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനും ചെയ്യാൻ പറ്റും. റോഡിലൂടെ ക്രോസ് ചെയ്യുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ശ്രദ്ധ യഥാർത്ഥത്തിൽ ഈ ഹദീസുകളൊക്കെ വായിക്കും വേണ്ടേ? അതേപോലെ അശ്രദ്ധയുടെ മരണത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യത്തിൽ ഡോക്ടർമാർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ വളരെ എത്ര കൃത്യമായിട്ടാണ് ഇസ്ലാമിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിർവഹിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ചില സന്ദർഭങ്ങളുണ്ടാകും. അതായത് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പിന്നെ സൗകര്യങ്ങളുടെ അപര്യാപ്തത. ഒരാൾക്ക് ഓക്സിജൻ കൊടുക്കാൻ സൗകര്യമില്ല, അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലാണ് എത്തിപ്പെട്ടത്. അവിടെ ഡോക്ടർക്ക് ഒന്നും ചെയ്യാനില്ല, കാരണം അതിനുള്ള എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങളില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ആ ഡോക്ടർക്ക് ഒരു എക്സ്ക്യൂസ്, അതിനൊരു. അതേപോലെ തന്നെ പിന്നെ ഡോക്ടർക്ക് പരിചയക്കുറവുള്ള ഡോക്ടർക്ക് എത്തി വേറൊരു ഓപ്ഷൻ ഇല്ല. അയാൾക്ക് കഴിയണമൊക്കെ അയാൾ പരമാവധി ചെയ്തു, പക്ഷേ അയാൾക്ക് അത്രേ കഴിയുള്ളൂ, അതുകൊണ്ട് മരണപ്പെട്ടു പോയി. അതിലും ഒരു പക്ഷേ അയാൾക്ക് ഇളവുണ്ടാവാം. എന്നാൽ സുഹൃത്തുക്കളെ, തൻ്റെ ലാഭത്തിന് വേണ്ടി, സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി എഴുതിയൊരു മരുന്ന് അല്ലെങ്കിൽ നടത്തിയ ഒരു സർജറി അതൊരാളെ അപകടത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് അയാൾക്ക് ഉത്തരവാദിത്വമുള്ള ഒരു കൊലപാതകം തന്നെയാണെന്ന്. അതേപോലെ തന്നെ ഒരാൾ ചികിത്സ അറിയാവുന്ന ഒരാൾ അശ്രദ്ധ മൂലം ആ ചികിത്സ ശരിയായി നിർവഹിക്കാതിരിക്കാം. ഒരു തിയേറ്ററിൽ കയറുമ്പോൾ അതിന് കുറേ നിയമങ്ങളുണ്ട്, അത് പാലിക്കാതെ അയാൾ ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത രോഗിക്ക് പിന്നെ എന്തെങ്കിലും വിഷമങ്ങളോ തകരാറുകളോ ഉണ്ടായി എന്ന് വിചാരിക്കും. അങ്ങനെ വന്നാൽ തീർച്ചയായും അയാൾ ഉത്തരവാദിയല്ലേ? ഒരു ജീവനിലാണ് കൈവെക്കുന്നതെന്ന ഓർമ്മ തീർച്ചയായും ജീവനെ ചികിത്സിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാ രംഗത്തും വളരെ സൂക്ഷ്മതയോടുകൂടെ
മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്ലാം തരുന്നത്. മറ്റൊന്ന് ആത്മഹത്യയാണ്. ആത്മഹത്യ ഒരാൾ സ്വയം അവനവനെ കൊല്ലുക, ആരും കൊന്നതല്ല, അയാൾ തന്നെ കൊല്ലുക. ആത്മഹത്യകൾ ഏറ്റവും ഗുരുതരമായ തെറ്റാണെന്ന് നമുക്കറിയാം. എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അത് അതേപോലെ തന്നെ എന്തു ചെയ്യും, അതേപോലെ തന്നെ അതന്നെ നരകത്തിൽ അയാൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് പറയും. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നബിൻ്റെ അടുക്കൽ വന്നു, നീ ജനാപത്തുകാരനായിട്ട് ഇപ്പോൾ കുളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെങ്ങാനോ വെള്ളത്തിൽ കുളിച്ചാൽ ഞാൻ മരണപ്പെട്ടു പോകും, അങ്ങനത്തെ തണുപ്പാണത്, അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തില്ലറിയും എന്നിട്ട് അദ്ദേഹം ഈ ആയത്തോതി, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളെ കൊന്നു കളയരുത് എന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്ത്, തേമം ചെയ്ത് നമസ്കരിച്ചാൽ മതിയെന്നാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ വെള്ളത്തിൻ്റെ തണുപ്പ് മൂലം ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിൽ ആ വെള്ളം ഉണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കേണ്ട, അയാൾ തേമം ചെയ്താൽ മതിയെന്നാണ്. സ്വന്തത്തെ നശിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ അനുവാദമില്ലെന്നതിന് തെളിവായിട്ടാണ് അത് പറയാനുള്ളത്. പലപ്പോഴും പലരുടെയും ആത്മഹത്യക്ക് കാരണം മറ്റു പലരുമാണ്, വെറുതെ ഉണ്ടാവില്ല. ശരി, ഒരു സഹോദരി പറഞ്ഞ അവിടെ ഭർത്താവിൻ്റെ അവിഹിതം, മക്കളുണ്ട്, ഇറങ്ങിപ്പോകാൻ വയ്യ, പക്ഷേ ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അപ്പോൾ പലപ്പോഴും മരിക്കണം തോന്നും ആരും ഇല്ലാത്തപ്പോൾ. അത് തിരിച്ചുണ്ടാവും. നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ, അതേമാതിരി കടത്തിലകപ്പെട്ട ആൾക്കാർ, അഭിമാനമല്ലേ ഏറ്റവും വലുത്. അവിടെ കടം വീട്ടാൻ സക്കാത്തിലൊരു വിഹിതമുണ്ട്, അതിന് സമൂഹത്തിന് ബാധ്യതയുണ്ട്. ജീവിതത്തിൽ സ്വയം മരണത്തിലേക്ക് എത്തുന്നവരെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള കടമ നമുക്കുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ നേരിട്ടോ അല്ലാതെയോ ഒരാളുടെ ജീവനഷ്ടത്തിന് കാരണമായി കൂടാ എന്നത് ഗൗരവപരമായ കാര്യമാണ്. അതുകൊണ്ട് റോഡിൽ വാഹനവുമായി ഇറങ്ങുന്നവന് ജാഗ്രത വേണം. സമയം എത്ര വൈകിയാലും, നമുക്ക് എത്ര ധൃതിയുണ്ടെങ്കിലും ജീവനുകളാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നുള്ള ഓർമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ്. എവിടെയാണെങ്കിലും ഈ ഒരു ബോധത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരു മരണം എത്ര വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. നമ്മളിൽ നിന്ന് വേർപെട്ടു പോയവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കെന്ത് വികാരമുണ്ടോ, എത്ര ദുഃഖമുണ്ടോ, അത് മറ്റുള്ളവർക്കും ഉണ്ടാകും. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുക, നാം ജാഗ്രത കാണിക്കുക, ശ്രദ്ധയോടുകൂടെ ജീവിക്കുക. മറ്റുള്ളൊരാളുടെ മരണത്തിന് എൻ്റെ മരണത്തിന് മുമ്പ് ഞാൻ കാരണമായി കൂടാ എന്നുള്ള ഉറച്ച വിശ്വാസവും ഉറച്ച ധാരണയും ശ്രദ്ധയും നമ്മൾ പുലർത്തണം. അള്ളാഹു നമുക്കുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഓരോ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ അറിവും ഉത്ബോധനങ്ങളും ബോധ്യപ്പെടുത്തലുകളും അനിവാര്യമാണെന്ന് നമുക്ക് ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് തോന്നാറുണ്ട്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അറിവില്ലായ്മ പലപ്പോഴും നമ്മളെക്കൊണ്ട് തന്നെ പല അബദ്ധങ്ങളും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ശരിയായ അറിവ് ലഭിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് വേണം. അപ്പോൾ ജുമാക്ക് എനിക്ക് ഹുത്തുബ മനസ്സിലാകുന്ന, കേൾക്കുന്ന, എനിക്ക് അറിവ് ലഭിക്കുന്നൊരു പള്ളിയിൽ വരണം എന്ന് വിചാരിച്ച് എത്ര ബുദ്ധിമുട്ടി വെള്ളിയാഴ്ചകളിൽ ജുമാക്കെത്തുന്ന ആളുകളുണ്ട്. അത് അവരുടെ ബോധപൂർവമായ ഒരു ശ്രമമാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ദീനിയായ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് വേണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും ഇസ്ലാമികമായ അറിവുകൾ പകർന്നു നൽകുവാനും എല്ലാ വിഷയങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പദങ്ങൾ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ ഒന്നാണ് റബ്ബി സിദ്നി ഇൽമ, എനിക്ക് അറിവിനെ വർദ്ധിപ്പിച്ച് തരണേ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടതടവില്ലാതെ അത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം. അറിയാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.